എല്ലാവരും ഇങ്ങനെ തന്നെയാണ്. പക്ഷെ ഒന്ന് ഓർക്കുക മക്കളെ, ഈ ഒറ്റയ്ക്ക് പോകാതിരിക്കൽ, മറ്റുള്ളവരോട് സംസാരിക്കാൻ കഴിയാതിരിക്കൽ, പറയേണ്ട കാര്യങ്ങൾ പറയാതിരിക്കാനുള്ള വാസന എന്നൊക്കെ മനസ്സിലാവും. ഒരു കാര്യം പറയണം, ഇപ്പൊ മോൻ ചെയ്തൊരു വിഷയത്തെ എനിക്ക് ചൂണ്ടിക്കാണിച്ച് പറയണം, പക്ഷെ എനിക്ക് പറയാനുള്ള ഉറപ്പില്ല. പറഞ്ഞു കഴിഞ്ഞാൽ ഇനി അവന് വിഷമമാകുമോ, അവൻ എന്നോടുള്ള മിണ്ടാട്ടം ജഡ്ജ്മെന്റ്സിലേക്ക് പോകാതെ നമുക്കൊരു സ്ട്രോങ് ഒപ്പീനിയൻ ഉണ്ട്, ഓക്കെ ഇങ്ങനെയാണ്, ദിസ് ഇസ് വാട്ട് ഐ ബിലീവ് ഓൺ എന്നൊരു ഇതുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നില്ല നമ്മൾ എല്ലാവരും എഫക്ട് ചെയ്യുന്നുള്ള ഒരു കാര്യം. ഈ കോളേജിലേക്ക് കയറി വരുമ്പോൾ ഞാൻ വളരെ നേരത്തെ എത്തി. എനിക്കതൊന്നും വലിയൊരു വിഷമം തോന്നാറില്ല. ബിക്കോസ് ഐ ലൈക്ക് ടു ഗോ എനിവെയർ ബിഫോർ ടൈം. വിഷമം തോന്നാറില്ല. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ വന്നു. നേരത്തെ നടന്നു കയറി വരുമ്പോൾ എനിക്ക് നഷ്ടമായ കലാലയ ജീവിതത്തിനെ കുറിച്ച് ആലോചിച്ചാണ് സത്യത്തിൽ ഞാൻ നടന്നു വന്നത്. കാര്യം ആ താഴേന്ന് കയറി വരുമ്പോൾ തന്നെ മൊത്തത്തിൽ ചെറുപ്പക്കാരായ കുഞ്ഞുങ്ങൾ കഫേരിയിലും അവിടെ ഇവിടെ നിൽക്കുക, ആ പൂന്തോട്ടത്തിൽ നിന്ന് സംസാരിക്കുക, സുഹൃത്തുക്കൾ ഒരുമിച്ച് നിൽക്കുക, അവരോട് ഒത്ത് സല്ലപിക്കുക, ഇതൊക്കെ കണ്ടുകൊണ്ടാണ് ഞാൻ വെള്ളിലേക്ക് കയറി വരുന്നത്. അപ്പോൾ റിയലി ഞാൻ ആലോചിച്ചത് ഈ 47-48 വയസ്സായപ്പോൾ ഒരിക്കൽ കലാലയ ജീവിതം അനുഭവിക്കേണ്ടി ഉണ്ടായിരുന്നില്ലേ എന്ന് പറയുന്നൊരു തോന്നൽ പല തവണ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ പെട്ടെന്ന് മനസ്സിലേക്ക് കയറി പോയതുകൊണ്ടാണ് ഫൈനൽ ഇയേഴ്സിനെയാണ് മീറ്റ് ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ടാണ് ഞാൻ ആ ചോദ്യം ചോദിച്ചത്. വിദ്യാഭ്യാസ കാലഘട്ടം, കോളേജ് ജീവിതം അവസാനിക്കുന്നു എന്ന് പറയുന്ന ദുഃഖമുണ്ടോ എന്ന് ചോദിച്ചാൽ മോള് വന്ന് പഠിത്തം തീരുന്നു എന്ന് പറയുന്നതിൽ നല്ല സന്തോഷമുണ്ട്, പക്ഷെ കൂട്ടുകാരെ പിരിയുന്നു എന്ന് പറയുന്നതാണ് ദുഃഖം, അല്ലേ? പഠിത്തം എന്ന് പറയുന്നത് ഒരിക്കലും തീരുകയില്ല പറഞ്ഞു മോളെ. ഇവിടുന്ന് തീരും, പിന്നെ തുടങ്ങത്തേ ഉള്ളൂ. എനിക്ക് കൊണ്ടൊരു മകൾ, അവൾ പറയുന്നത് പരീക്ഷ ഇല്ലാതെ ജീവിച്ചാൽ മതിയായിരുന്നു എന്നാണ്. കുറെ കാലത്തേക്ക് പരീക്ഷകൾ, പിന്നെ കുറെ കാലത്തേക്ക് പരീക്ഷണങ്ങളാണ് പിന്നെ ജീവിതത്തിൽ ഉണ്ടാകുന്നത്. പരീക്ഷകൾ കുറച്ചും പരീക്ഷണങ്ങൾ കൂടുതൽ, രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്. അപ്പൊ ഞാൻ നേരത്തെ ചോദിച്ചു, മനസ്സിലാക്കുക എന്ന് പറയുന്ന വാക്കിനർത്ഥം ആർക്കെങ്കിലും പറയാമോ? നമ്മൾ ആവശ്യത്തിനും അനാവശ്യത്തിനും ഒക്കെ ആർക്കെങ്കിലും പറയാമോ യഥാർത്ഥത്തിൽ അതിന്റെ അർത്ഥം എന്താണെന്ന്? ആർക്ക് പറയാൻ പറ്റില്ലല്ലോ. പറ്റുമെന്നുള്ള ആരെങ്കിലും ഉണ്ടോ അവിടെ? മോന് പറയാമോ? മോനോടാ എന്ന് പറയുന്നതിന്റെ അർത്ഥം നമ്മൾ എത്ര കാര്യങ്ങളാണ് മനസ്സിൽ ആക്കി എത്ര കാര്യങ്ങൾ മനസ്സിൽ ആക്കി സൂക്ഷിക്കുന്നുണ്ട്? അധ്യാപകർ ക്ലാസ്സിൽ പഠിപ്പിച്ച എത്ര വിഷയങ്ങൾ മനസ്സിലായിട്ടുണ്ട്? ആക്ച്വലി ഓർമ്മിച്ചിരിക്കേണ്ടതാണ്. കാര്യം ഈ ചോദ്യത്തിന് മറുപടിയില്ല. നമുക്ക് മനസ്സിൽ ആക്കാൻ കഴിയാറില്ല, പകരം നമ്മൾ ആ വാക്കിന്റെ തലവും വിലവും ഉപയോഗിക്കാറുണ്ട്. ഈ വിദ്യാഭ്യാസ കാലഘട്ടം കഴിഞ്ഞ് നിങ്ങൾ ജോലിയിലേക്ക് പ്രവേശിക്കുന്നു. അപ്പൊ ശരിക്കും എനിക്ക് ഓർമ്മ വന്നത് ഖലീൽ ജിബ്രാൻ എന്ന് പറയുന്ന ഒരാള്, ഒരു എഴുത്തുകാരൻ. നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാവും, ലിറ്ററേച്ചർ പഠിച്ചിട്ടുണ്ടാവും. ഖലീൽ ജിബ്രാന്റെ കവിതകൾ പഠിച്ചിട്ടുണ്ടോ? ഉണ്ടോ? കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടില്ലാത്തവരുണ്ടെങ്കിൽ കൈ നോക്കൂ. ഞാൻ ചിന്തിച്ചപ്പോ നിങ്ങളെ കുറിച്ച് ഞാൻ എന്തിനു ചിന്തിക്കണം? വരുന്നത് ആരാണെന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ ഒരു സെഷന് പോകുന്നതിന് മുമ്പായിട്ട് അവിടെ എന്തായിരിക്കണം ഡെലിവറി ചെയ്യേണ്ടതെന്ന് പറയുന്നത് ഈശ്വരേച്ഛയെ കുറിച്ച് ഞാൻ ചിന്തിക്കാറുണ്ട്. നമ്മൾ പ്രാർത്ഥനയിൽ തുടങ്ങിയതുകൊണ്ടാണ് ഇത്രയും പറഞ്ഞത്. പലയിടങ്ങളിലും ചിലപ്പോഴും പ്രാർത്ഥന കൊണ്ട് തുടങ്ങാറില്ല, ഞാൻ തുടങ്ങിപ്പിക്കാറുണ്ട്. ആ പ്രാർത്ഥനയിൽ തുടങ്ങിയതുകൊണ്ട് ഈശ്വരേച്ഛയിൽപ്പെട്ട് ഈശ്വരൻ ഇച്ഛിക്കുന്ന എന്തോ വാക്കുകൾ കൂടെ ഞാൻ പറയേണ്ടതുണ്ട് എന്ന് എനിക്ക് ഉറപ്പുണ്ട്. അതിനുവേണ്ടി ഞാൻ തേടുന്നതാണ്. അപ്പോഴാണ് ഈ കവിത എന്റെ മനസ്സിലേക്ക് യാദൃശ്യവശാൽ ഞാൻ കവിത കാണുകയാണ്. നിങ്ങളൊക്കെ വരുന്നതിന് മുമ്പേ സമയം പോകാനായി ഫേസ്ബുക്കിൽ വെറുതെ ഒന്ന് കൈവച്ചപ്പോൾ കണ്ടത് ഖലീൽ ജിബ്രാന്റെ റിവർ എന്ന് പറയുന്ന ആ പോയമാണ്. അതിനകത്ത് അദ്ദേഹം എന്താ പറഞ്ഞിരിക്കുന്നത്? ഒരു നദി, ആ നദി ഒഴുകി സമുദ്രത്തിലേക്ക് ചെല്ലുന്നതിന് മുമ്പായി അതിന്റെ ഹൃദയത്തിലെ വികാരങ്ങളെ കുറിച്ചാണ് കവി എഴുതിയിരിക്കുന്നത്. നിങ്ങളും ആ പുഴയും തമ്മിൽ എനിക്ക് ഒരു വ്യത്യാസവും തോന്നുന്നില്ല. ഉണ്ടായിരിക്കും മനസ്സിലാവാത്തത് കഴിഞ്ഞത്. ഒരു പുഴ ഇങ്ങനെ ഒഴുകി വരുമ്പോൾ അതിന്റെ വഴിയിലെല്ലാവും അതിന് തടസ്സങ്ങൾ അനുഭവപ്പെടാറുണ്ടല്ലേ? ഉണ്ടാവില്ലേ? ഒരുപാട് തടസ്സങ്ങൾ അതിന് അനുഭവപ്പെടാറുണ്ട്. ആ തടസ്സങ്ങളെല്ലാം അതിജീവിക്കാൻ അതിന് കുറെ ആൻസൈറ്റിയിലൂടെ കടന്നു പോകേണ്ടതുണ്ട്. ആ ആൻസൈറ്റികളുടെ ഉള്ളിൽ അതിന്റെ സ്ട്രെങ്തും വീക്ക്നെസ്സും കണ്ടെത്താനുള്ള സ്ട്രഗിൾ നടക്കുന്നുണ്ട്. ആ സ്ട്രഗിളിൽ പിടിച്ചിട്ടാണ് ഈ പറയുന്ന ഡിഫിക്കൽട്ടീസിനെല്ലാം ഓവർകം ചെയ്ത് ഒടുവിൽ അത് സമുദ്രത്തിൽ ചെന്ന് അണയുമ്പോൾ അത് അനുഭവിക്കുന്ന ഒരു സ്വസ്ഥതയുണ്ട്. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇറ്റ് ഇസ് നോട്ട് ഡിഫറൻസ്. കാര്യം യു ആർ ജസ്റ്റ് ഗെറ്റിംഗ് റെഡി ടു എംബ്രേസ് യുവർ കരിയർ, അല്ലേ? നിങ്ങൾ നിങ്ങളുടെ കരിയറിനെ സ്വന്തമാക്കാൻ വേണ്ടി തയ്യാറെടുക്കുന്ന ഒരു കാലഘട്ടമാണ്. സ്വപ്നങ്ങൾ എന്ന് പറയുന്നതിന്റെ ചിറകിലേറി വേണം
ജോലിയിലേക്ക് എത്താൻ വേണ്ടേ? അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ മക്കളോട്, ഞാൻ പരിചയപ്പെടുന്ന എല്ലാ മക്കളോടും പറയാറുണ്ട്, APJ പറഞ്ഞത് സ്വപ്നങ്ങൾ കാണണമെന്നാണ്. സ്വപ്നങ്ങൾ കാണണം. സ്വപ്നങ്ങൾക്ക് കടിഞ്ഞാണിടരുതെന്നാ പറഞ്ഞേ. ആ സ്വപ്നങ്ങൾ എത്ര കൂടുതലുണ്ടോ അതിന്റെ ചിറകിലേറി വേണം അതിനെ നേടാനുള്ള ശക്തി പ്രാപിക്കാൻ. അപ്പോഴാണ് അത് ലക്ഷ്യമായി തീരുന്നത് കെടുത്തുന്നത് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. സ്വപ്നം എന്നാൽ ഉറക്കം കെടുത്തുന്നതെന്തോ അത് സ്വപ്നം, ഉറക്കത്തിൽ കാണുന്നതല്ല സ്വപ്നമെന്ന് അദ്ദേഹം നമുക്ക് തിരിച്ചറിവ് തന്നത്. പോകാമെന്നുണ്ടെങ്കിൽ ആദ്യം അറിയേണ്ടത് അവനവന്റെ കഴിവെത്ര, അവനവന്റെ സ്ട്രെങ്ത് എത്ര, അവനവന്റെ വീക്ക്നെസ് എന്ത്. ഒരു ഇന്റർവ്യൂവിന് ചെന്നിരിക്കുമ്പോൾ നിങ്ങൾ ഒരു തേർഡ് പാർട്ടി, നിങ്ങൾ ആദ്യമായി കാണുന്ന ഒരു സ്ട്രേഞ്ചറിന്റെ മുമ്പിൽ യു ആർ ഗോയിങ് ടു പ്രസന്റ് യുവർ സെൽഫ് അല്ലേ? ആ പ്രസന്റ് ചെയ്യുമ്പോൾ മക്കളെ പോലെ 100 മക്കൾ വേറെ ഉണ്ടാവും അവിടെ. വാട്ട് മേക്സ് യു ഡിഫറെന്റ്? നിങ്ങളെ പോലെ 100 മക്കൾ എന്തെങ്കിലും ചെയ്യാൻ വന്ന് ഞാനോട് സംസാരിക്കും. മൈക്കിൽ എനിക്ക് പേടിയില്ല. So what is that called? Stage fear ഇല്ല. That means ഫ്രണ്ടിലേക്ക് വന്നിരിക്കാൻ പറഞ്ഞാൽ പോലും ഇരിക്കാൻ പറ്റാത്ത മനോഭാവമുള്ള മനുഷ്യരാണ് നമ്മളെല്ലാം. അപ്പൊ ഈ 5 പേരുടെ മുമ്പിൽ വന്ന് സംസാരിക്കാൻ പറഞ്ഞു നോക്കിയല്ലേ, വി ആക്ച്വലി ഗോ ബാക്ക്. പക്ഷെ എപ്പോൾ നിങ്ങളുടെ ഈ പ്രോസസ്സിനോടൊപ്പം തന്നെ നിങ്ങളുടെ സ്ട്രെങ്തും വീക്ക്നെസ്സും നിങ്ങൾ ഐഡന്റിഫൈ ചെയ്യേണ്ട സമയം കഴിഞ്ഞുവെന്ന് എന്നെ കൊണ്ടൊരാൾ പറയും. കാര്യം ഇന്റർവ്യൂവിന് പോകുന്നതിന്റെ തലേ ദിവസം അല്ല ഇന്റർവ്യൂവിന് വേണ്ടി പ്രിപ്പയർ ആകേണ്ടത്. കരിയറിനെ കുറിച്ച് പഠിച്ചു കഴിഞ്ഞിട്ടല്ല കരിയറിനെ കുറിച്ച് ചിന്തിക്കേണ്ടത്. കരിയർ എന്തായിരിക്കണമെന്ന് ചിന്തിച്ചിട്ട് വേണം പഠിക്കാൻ. നമ്മളൊക്കെ സ്കൂളിലോട്ടൊക്കെ ചെല്ലുമ്പോൾ ചില മക്കൾ പറയാറുണ്ട്, ഗോൾ സെറ്റിംഗ് ചെയ്യാനായിട്ട് ശ്രമിക്കുമ്പോൾ ഇല്ല, എനിക്കങ്ങനെ പ്രത്യേകിച്ച് ഗോളൊന്നുമില്ല, എനിക്കങ്ങനെ പ്രത്യേകിച്ച് എയിമൊന്നുമില്ല. എന്ത് കരിയർ ലിറ്ററേച്ചർ വരെ കണ്ടിന്യൂ ചെയ്യാൻ ഇപ്പം തീരുമാനിക്കുന്നത്. സോ ടീച്ചിങ് അതും ഉറപ്പായിട്ടില്ല. It's late, or do you think it's okay? Why do you think it's okay? ഈ രാജ്യത്തിന്റെ ഏതൊരു രാജ്യത്തിന്റെയും അടിസ്ഥാനമാകുന്നത്, ഏതൊരു പൗരന്റെയും വികാസത്തിന്റെ അടിസ്ഥാനമാകുന്നത് അധ്യാപകരാണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ആയിരിക്കും അവരുടെ ആ ഒരു സേവനത്തെ സേവന മനോഭാവത്തോടു കൂടി അല്ല ചെയ്യുന്നതെങ്കിൽ തലമുറ നഷ്ടപ്പെട്ടു എന്ന് ചിന്തിക്കുന്നവളാണ് ഞാൻ. അത് സ്കൂൾ ആയിക്കൊള്ളട്ടെ, കോളേജ് ആയിക്കൊള്ളട്ടെ, എവിടെ ആയിക്കൊള്ളട്ടെ, അധ്യാപനം അത്രയും വ്യാപ്തിയിൽ എത്തി നിൽക്കുന്ന ഒരു കർമ്മമാണ്, അത്രയും നിഷ്കാമമായി ചെയ്യുന്ന ഒരു കർമ്മമാണ്. അപ്പൊ ഈ പറയുന്ന ഫ്രണ്ട്സ് ആരുടേത്? നമ്മുടേതല്ലേ, നമ്മുടേതല്ലേ. ഒരു നിമിഷം പാഴാക്കാനുണ്ടോ എന്ന് ഇന്ന് എന്നോട് ചോദിച്ചാൽ ഞാൻ സ്റ്റീവ് ജോബ്സ് പറഞ്ഞതാണ് സത്യമെന്ന് ഞാൻ 100 ആവർത്തി പറയും. യു ലിവ് ആസ് though you are going to die today എന്നാണ് സ്റ്റീവ് ജോബ്സ് പറഞ്ഞത്. സ്റ്റീവ് ജോബ്സിന് അതിനകത്ത് ആരെങ്കിലും എല്ലാവർക്കും അറിയാമോ? അതിനകത്ത് ആരെങ്കിലും കൈ നോക്കൂ. ഇറ്റ്സ് ഫൈൻ, നോ പ്രോബ്ലം. ഐഫോൺ, ആപ്പിൾ അതിന്റെ ഫൗണ്ടറാണ്. ഞാൻ ഒരുപാട് ഇഷ്ടപ്പെടുന്ന കാഴ്ചപ്പാടുകളിൽ ഏറെ ഇഷ്ടപ്പെടുന്ന ഒരു മനുഷ്യനാണ് അദ്ദേഹം. ഒടുവിൽ മരണത്തോട് മല്ലിടുന്നത് എങ്ങനെയാണ്? പാൻക്രിയാറ്റിക് ക്യാൻസർ, വളരെ റെയർ ഫോം ഓഫ് പാൻക്രിയാറ്റിക് ക്യാൻസർ ആണ്. അന്ന് അദ്ദേഹം പറഞ്ഞു, മരണക്കിടക്കയിൽ കിടക്കുമ്പോഴാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഈ സമാഹരിച്ചു വെച്ചിരിക്കുന്ന ധനം കൊണ്ട് എന്റെ വേദനയെ പങ്കിടാൻ എനിക്ക് കഴിയില്ല എന്ന് പറയുന്ന തിരിച്ചറിവ് അപ്പോഴാണ് എനിക്ക് ഉണ്ടായത്. സോ യു ലിവ് ആസ് though you are going to die today എന്ന് പറഞ്ഞാൽ don't postpone anything. നിങ്ങളൊരു വാക്ക് നിങ്ങളുടെ തലമുറയിൽ വളരെ ഫോൺ ആണോ? ആ വാക്ക് ഇഷ്ടമാണോ? പ്രോക്രാസ്റ്റിനേഷൻ ഇഷ്ടമാണോ? നിങ്ങളൊക്കെ ചെയ്യുന്ന കാര്യമില്ല. പിന്നെ ഇഷ്ടമല്ലാത്തത് നിങ്ങളൊക്കെ ചെയ്യുന്ന കാര്യം തന്നെ. ഇറ്റ്സ് നോട്ട് സംതിങ് ന്യൂ അല്ലേ?
അല്ലേ? ആ വാക്കിന് അർത്ഥം അറിഞ്ഞില്ലാത്ത മക്കളുണ്ടോ? ഉണ്ടെങ്കിൽ ഒന്ന് കൈ നോക്കൂ. മോനറിയില്ല അതിന്റെ അർത്ഥം? മോളെ അതിന്റെ അർത്ഥം ഒന്ന് പറഞ്ഞു കൊടുത്തു. മോളെ പോസ്റ്റ്പോണിങ് ചെയ്യേണ്ട കാര്യങ്ങൾ പിന്നത്തേക്ക് മാറ്റുന്നു. ഇപ്പോ ആ മോള് പറഞ്ഞിട്ടുണ്ടായിരിക്കുന്നു. ഇപ്പോൾ ചെയ്യേണ്ടത് ഇന്ന് ചെയ്യേണ്ടത് നാളത്തേക്ക് എന്ന് പറഞ്ഞ് മാറ്റി വെക്കുന്ന നമ്മുടെ സ്വഭാവത്തെയാണ് പ്രോക്രാസ്റ്റിനേഷൻ എന്ന് പറയുന്നത്. ഈ ഒരു കർമ്മം നിത്യേന നമ്മൾ ചെയ്യുന്ന സംഗതിയാണ്, നിത്യേന ചെയ്യുന്ന ഒരു സംഗതി. ഇതിലൂടെ എല്ലാം സംഭവിക്കുന്നത് എന്ത്? വാട്ട് യു ഹാവ് ടു അച്ചീവ് ടുഡേ, you will never achieve today. You will keep on postponing it to the next day. Your efforts are going to the next day. You are thinking it's okay. There is time. സമയമുണ്ട് എന്ന് പറയുന്ന നമ്മുടെ ധാരണ. സമയമില്ല എന്ന് പറയുന്ന ധാരണ എന്നുണ്ടാകുമോ അന്ന് നാം ഉണർവോടുകൂടി പ്രവർത്തിച്ചു തുടങ്ങും. അല്ല, മനസ്സിലായോ? അതെനിക്ക് നല്ലതുപോലെ അറിയാം. ഇവിടെ എന്നെ നോക്കിയിരിക്കുന്ന മക്കളിൽ ബഹുഭൂരിപക്ഷം പേരും ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങളിലോ അതിനു മുന്നേ അവർ ചിന്തിച്ച കാര്യങ്ങളിലോ അവർക്ക് ഇഷ്ടമുള്ള ലോകത്തോ ആണ്. വളരെ ചുരുക്കം പേര് മാത്രമേ എന്നെ നോക്കിയിരുന്നുകൊണ്ട് ഞാൻ പറയുന്നത് എന്ത് എന്ന് ശരിക്കും ശ്രദ്ധയോടുകൂടി കേട്ടിരിക്കുന്നുള്ളൂ. അത് ബോഡി ലാംഗ്വേജിൽ നിന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് എന്നെ പോലെ ഒരാൾ ഇത്തരം സെഷൻസ് ചെയ്യുന്നത് എന്ന് മക്കൾ ധരിക്കുക. അപ്പൊ മൊബൈൽ എന്ന് പറയുന്ന ഒരു സംഗതിയെ മാറ്റി വെക്കണം. ദാറ്റ്സ് മാൻഡേറ്ററി. അതിന് നോക്കിയിരിക്കുകയാണെങ്കിൽ ബാക്കിയുള്ളവർ എന്തിനാണ് ഇരിക്കുന്നത്? അല്ലേ? അപ്പൊ അതെനിക്ക് നല്ലതുപോലെ അറിയാം. ഇവിടെ എന്നെ നോക്കിയിരിക്കുന്ന മക്കളിൽ ബഹുഭൂരിപക്ഷം പേരും ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങളിലോ അതിനു മുന്നേ അവർ ചിന്തിച്ച കാര്യങ്ങളിലോ അവർക്ക് ഇഷ്ടമുള്ള ലോകത്തോ ആണ്. വളരെ ചുരുക്കം പേര് മാത്രമേ എന്നെ നോക്കിയിരുന്നുകൊണ്ട് ഞാൻ പറയുന്നത് എന്ത് എന്ന് ശരിക്കും ശ്രദ്ധയോടുകൂടി കേട്ടിരിക്കുന്നുള്ളൂ. അത് ബോഡി ലാംഗ്വേജിൽ നിന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് എന്നെ പോലെ ഒരാൾ ഇത്തരം സെഷൻസ് ചെയ്യുന്നത് എന്ന് മക്കൾ ധരിക്കുക. അപ്പൊ മൊബൈൽ എന്ന് പറയുന്ന ഒരു സംഗതിയെ മാറ്റി വെക്കണം. ദാറ്റ്സ് മാൻഡേറ്ററി. അതിന് നോക്കിയിരിക്കുകയാണെങ്കിൽ ബാക്കിയുള്ളവർ എന്തിനാണ് ഇരിക്കുന്നത്? അല്ലേ? അപ്പൊ അല്ലേ, നിങ്ങൾ ആദ്യമായി പരിചയപ്പെട്ട ദിവസം ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? നിങ്ങൾ ആദ്യമായി ഈ കോളേജിലേക്ക് വന്ന് തങ്ങളിൽ ആദ്യമായി പരിചയപ്പെട്ട ഒരു ദിവസത്തെ കുറിച്ച് ആർക്ക് പറയാൻ പറ്റും? വളരെ പെട്ടെന്ന് മോനെ പറയാമോ? This is another bad habit, Malayali sir. ഞാൻ ആദ്യമായിട്ട് കണ്ടത് ആദ്യമായിരുന്നു അവിടെ ചെന്നപ്പം. നമ്മൾ രണ്ടുപേരും ഒരുമിച്ചായിരുന്നു അഡ്മിഷൻ എടുക്കാൻ വന്നത്. അവള് ഫോം ഫിൽ ചെയ്തോണ്ടിരുന്നപ്പം മാത്സ് എഴുതിയപ്പം ഞാൻ അത് കണ്ടു. ഞാൻ അപ്പം തന്നെ ചോദിച്ചു മാത്സ് ആണല്ലേ. അങ്ങനെയാണ് നമ്മൾ ആദ്യമായിട്ട് പരിചയപ്പെട്ടത്. പിന്നെ കുറെ നേരം അവിടെ ഇരുന്നു. നമുക്ക് കുറച്ച് വെയിറ്റ് ചെയ്യേണ്ടി വന്നു. നമ്മൾ പരസ്പരം അങ്ങോട്ട് നോക്കി ചിരിച്ചു, വേറെ ഒന്നും സംസാരിച്ചില്ല. പിന്നെ കുറച്ചു നേരം കഴിഞ്ഞപ്പം തലയൊക്കെ കണ്ടു. അങ്ങനെ പിന്നെ പരസ്പരം പേര് പറഞ്ഞ പരിചയം. എന്താ ബാക്കിൽ പോയിരുന്ന കോളേജിന്റെ ഫസ്റ്റ് ഡേ എന്തായിരുന്നു എന്റെ ക്വസ്റ്റ്യൻ? എക്സാക്ട്ലി ഇതാണ് എന്റെ പേഴ്സണൽ സ്കിൽസ്. വെൻ യു ഗോ ടു ആൻ ഓഫീസ്, കരിയറിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ പരസ്പരം സൂക്ഷിക്കുന്ന ബന്ധങ്ങൾ. ഇപ്പൊ സാറ് ഇവിടുത്തെ പ്രൊഫസറല്ലേ, സാറിന് ഒരുപാട് കൊളീഗ്സ് ഉണ്ട്. അവരോടെല്ലാം കോളേജിൽ നിങ്ങൾ തങ്ങളിൽ പെരുമാറിയാൽ മതിയോ? പോരാ. യു നീഡ് ടു ഹാവ് എ ലോട്ട് മോർ പേഷ്യൻസ്. നിങ്ങൾക്ക് ഒരുപാട് പേഷ്യൻസ് ഉണ്ടാകണം. അതിനാണ് ടോളറൻസ് എന്ന് പറയുന്ന ഒരു സബ്ജക്ട് ചില കോളേജുകൾ ചെയ്യിപ്പിക്കാറുണ്ട്. ചില അധ്യാപകർക്കും ആ ടോളറൻസ് എന്ന് പറയുന്ന സബ്ജക്ട് ചെയ്യിപ്പിക്കാറുണ്ട് ഞങ്ങളൊക്കെ. എന്താണ് ടോളറൻസ്? ശരിക്കും മറ്റൊരു വ്യക്തിത്വത്തിനെ ആ വ്യക്തിത്വത്തിന്റെ ആഴത്തോളം, ആ ആളിന്റെ നിലവാരത്തോളം ഇറങ്ങി ചെന്ന് മനസ്സിലാക്കാൻ കഴിയുക എന്ന് പറയുന്നതാണ് ടോളറൻസ്. മോളുടെ അഭിപ്രായങ്ങൾ പോലെ തന്നെ ആയിരിക്കില്ല എന്റെ അഭിപ്രായങ്ങൾ. അത് മോളുടെ അഭിപ്രായത്തിന് മാത്രമേ ഉള്ളൂ സ്ഥാനം. മോളിവിടെ ഇല്ലായിരുന്നു, അതാ ചോദ്യം മോളോട് ചോദിച്ചു. മോളുടെ അഭിപ്രായം എന്റെ അഭിപ്രായം ഒരേ തൂക്കത്തിലുള്ളതാണോ അതോ മോളുടേതാണോ വരുന്നത്? എന്റേത് ചെറുത്, അങ്ങനെയാണോ? റൈറ്റ്. എല്ലാവരുടെ അഭിപ്രായങ്ങൾക്കും വാലിഡിറ്റി ഉണ്ട്. പക്ഷെ ഈ വാലിഡിറ്റി ഉണ്ട് എന്ന്
പോയി സംസാരിച്ചു. എത്ര പേരെ പുഞ്ചിരിച്ചില്ല. ഇവിടെ ഇരിക്കുന്ന നിങ്ങൾ തന്നെ എത്ര സീരിയസ് ആയി എന്താ ഇരിക്കുന്നത്? ആരെങ്കിലും കൊല്ലാൻ പഠിക്കാനുണ്ടോ? വൈ നോട്ട് യു ബി സിമ്പിൾ? എന്തുകൊണ്ട് നമുക്ക് റിലാക്സ്ഡ് ആയിട്ട് പരസ്പരം ചിരിച്ച് സംസാരിക്കാൻ കഴിയുന്നില്ല? നമ്മൾ എത്ര റിസർവ്ഡ് ആയിരിക്കുന്നു അത്രയും നമ്മളിലെ ഇന്റർപേഴ്സണൽ സ്കിൽസ് നഷ്ടപ്പെടുന്നു. ഇഫ് യു ഡോണ്ട് മേക്ക് യുവർ സെൽഫ് അപ്രോച്ചബിൾ എന്ന് പറഞ്ഞാൽ മനസ്സിലാവുമോ? ഇല്ല, കറക്റ്റ് അതെനിക്ക് മനസ്സിലാവും. ചില അധ്യാപകരോട് നമുക്ക് എന്തും പറയാം. അങ്ങനെ അധ്യാപകരുണ്ടോ നിങ്ങളുടെ ജീവിതത്തിൽ? ഒരാളുടെ പേര് പറയാമോന്നൊന്നും ഞാൻ ചോദിക്കുന്നില്ല, പേര് പറയാൻ സാധിക്കില്ല. ആ അധ്യാപകരോട് എന്തും പറയാനുള്ള സ്വാതന്ത്ര്യം എന്തുകൊണ്ടാവുന്നത്? ഇവരോട് പറഞ്ഞാൽ മതി, ഇവരോട് പറഞ്ഞാൽ മതി, എന്തുണ്ടെങ്കിലും അവനെ വിളിച്ചാൽ മതി, അല്ല എന്തുണ്ടെങ്കിലും അവളെ വിളിച്ചാൽ മതി. അങ്ങനെയുള്ള സുഹൃത്തുക്കളുണ്ടോ? നിങ്ങളുടെ കാലഘട്ടത്തിലെ സൗഹൃദത്തിന്റെ ഡെഫിനിഷൻസ് ഒക്കെ വേറെയാണ്, എന്റെ കാലഘട്ടം പോലെ അല്ല. അതുകൊണ്ട് ഞാൻ ചോദിച്ചു, എന്തുകൊണ്ടാണത്? അപ്രോച്ചബിൾ ആയതുകൊണ്ടാണ്. റൈറ്റ്? നമ്മൾ എന്തൊരു സംഗതിയുമായി ചെന്നാലും അതേ റെസ്പെക്റ്റിൽ എന്റെ തോട്ട് പ്രോസസ് എന്തുകൊണ്ട് അങ്ങനെയായി എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടി വരത്തില്ല. ഞാൻ എന്തുകൊണ്ട് ഇങ്ങനെ ചിന്തിച്ചു എന്ന് അയാളോട് എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടി വരത്തില്ല. ബിക്കോസ് ഹി ഓർ ഷീ നോസ്. അതാണ് അപ്രോച്ചബിലിറ്റി. അത് ഉണ്ടാക്കി എടുക്കാൻ കഴിയുന്ന ഒരാളാണ് യഥാർത്ഥ ലീഡർ. Now, when you are starting your career, do you think that you will always be in the same level throughout your life, or do you want to be there? അവിടെ തന്നെ ഇരുന്നാൽ മതിയോ? നിങ്ങൾക്ക് ഉയരണ്ടേ? നിങ്ങൾക്ക് ഉയർന്ന പൊസിഷനുകളിൽ എത്തണ്ടേ? എന്താണ് സംശയങ്ങളും ചോദ്യങ്ങളും ഒന്നും ഉണ്ടാവാത്തത്? നോർമലി മോള് പറഞ്ഞതാണ് കറക്റ്റ്. ഹെസിറ്റേഷൻ ആണ് കാരണം. ഒന്ന്, ചിന്തിക്കില്ല. രണ്ട്, ചോദിക്കാൻ മനസ്സനുവദിക്കില്ല. ഈ രണ്ട് സാഹചര്യങ്ങളിലും യു ഫേസ് എ പ്രോബ്ലം when you are in your career. പ്രൊമോഷൻ ആഗ്രഹിക്കാത്ത ആരെങ്കിലും ഉണ്ടോ ഇവിടെ? ഉണ്ടോ? എങ്ങനെയായിരിക്കും ഉയരാൻ പറ്റുക? ഒരു വഴി പറയാമോ ആർക്കെങ്കിലും? അവിടെ ഇരിക്കുന്ന ഒരാൾ പറഞ്ഞ ഒരു വഴി പറയാം. ഒരു കാര്യം പറ. പല കാര്യത്തെ അക്സെപ്റ്റ് ചെയ്യണം. പല കാര്യത്തെ അക്സെപ്റ്റ് ചെയ്യണം. പല കാര്യങ്ങളും അക്സെപ്റ്റ് ചെയ്യേണ്ടെന്നാണോ? ചെയ്യണമെന്നാണോ? പല കാര്യങ്ങളും അക്സെപ്റ്റ് ചെയ്യണം. പിന്നെ ഒരു പ്ലാനിങ് വേണം. പ്ലാനിങ് വേണം. ഓക്കെ. പ്ലാനിങ്ങോടെ പ്രീ പ്ലാനിങ് വേണം. പ്രീ പ്ലാനിങ്ങും പ്രീ പ്ലാനിങ്ങും വേണം. ഓക്കെ. പിന്നെ പ്രീ പ്ലാനിങ് ഉണ്ടെങ്കിൽ പ്ലാനിങ് നേരെ പോകാൻ സാധ്യത ഉള്ളതാണ്. ഓ, അങ്ങനെയാണ്. സോ ഡു യു ബിലീവ് ഇൻ പ്ലാൻ എ ആൻഡ് പ്ലാൻ ബി ആൻഡ് പ്ലാൻ സി? എല്ലാം പറയാൻ പറ്റില്ല, ഒരു പരിധി വരെ. സോ യു ബിലീവ് ഇൻ ആൾട്ടർനേറ്റീവ്സ്? ചെറുതായി. ഓക്കെ, ഗുഡ്. താങ്ക് യു മദർ. താങ്ക് യു. അവരവർക്ക് വിശ്വാസം വേണോ തന്നെ? ഓക്കെ. വ്യത്യസ്ത അഭിപ്രായങ്ങൾ ഇതൊക്കെ തന്നെ അല്ല സ്വന്തം അഭിപ്രായം. ഇറ്റ്സ് വെരി ഈസി. നമുക്ക് തൊട്ട് മുമ്പിൽ ഇരിക്കുന്ന ആളിന്റെ അഭിപ്രായം പോലെ തന്നെയാണ് എന്റെ അഭിപ്രായം. അത് തന്നെ ടീച്ചറെ എന്നോട് പറയുന്ന ഒരുപാട് മക്കളുണ്ട്. അവരോടൊക്കെ പറയാറുണ്ട് അത് അവരുടെ അഭിപ്രായം. അതിലേക്ക് ഞാൻ പിന്നീട് വരാം. അതൊരു വളരെ ഡിഫറെന്റ് സബ്ജക്റ്റ് ആണ്. സംടൈംസ് യുവർ പാഷൻ will not be your profession. What do you do then? What do you do then? You start hating your profession day in, day out. What do you achieve then? You have no choice. Indeed. No plan B, no plan A, no pre-planning. ഒന്നും നടന്നില്ല. എന്ത് ചെയ്യും? എന്ത് ചെയ്യും? അങ്ങനെ പറയാമോ? ഞാൻ മോളോട് ചോദിക്കുന്നത് ബിക്കോസ് യു ആർ ട്രാവലിംഗ് ഇൻ ദാറ്റ് പാർട്ട്. അതുകൊണ്ട് ഞാൻ ചോദിക്കുന്നു. അല്ല വേറെ കാര്യമൊന്നുമില്ല കേട്ടോ. മോക്ക് പറയാം എഫർട്ട് എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. യു നീഡ് ടു മെയിൻറ്റെയിൻ കൺസിസ്റ്റൻസി എന്ന് പറഞ്ഞാൽ ചില സമയത്ത് നമ്മൾ എത്ര വിചാരിച്ചാലും ഒരേ എനർജി ലെവൽ കിട്ടില്ലല്ലോ. സം ഡേയ്സ് ഇറ്റ് വിൽ ബി ഹൈ, സം ഡേയ്സ് ഇറ്റ് വിൽ ബി ലോ, സം ഡേയ്സ് ഇറ്റ് വിൽ ബി വെരി ലോ. അല്ലേ? അങ്ങനെയുള്ള സമയത്ത് എങ്ങനെയാണ് കൺസിസ്റ്റന്റ് ആവുക? What is that which measures your growth in an office? അതാണ് എന്റെ ചോദ്യം. ഓഫീസിൽ നമ്മുടെ ഗ്രോത്ത് മെഷർ ചെയ്യുന്നത് എന്ത്? നാം അതുവരെ പഠിച്ചു വെച്ചിരിക്കുന്ന ജോലിയെ കുറിച്ചുള്ള അറിവല്ല. ആ ജോലിയിൽ ഞാൻ അഗ്രഗണ്യായിരിക്കും. Does it qualify me for a growth? നമ്മളിങ്ങനെ സംശയിച്ച് കേട്ടത് ഇതൊക്കെ എന്തെങ്കിലും പറയുന്നതാണ്. ആളുകളുടെ എത്തുന്നില്ല. അതിനാണ് ഞാൻ നേരത്തെ പോയിന്റേഴ്സ് ചോദിച്ചത്. വാട്ട്സ് യുവർ സ്ട്രെങ്ത്, വാട്ട്സ് യുവർ വീക്ക്നെസ്? വീക്ക്നെസ് ഞാൻ ചോദിച്ചില്ല. സ്ട്രെങ്ത് പറഞ്ഞപ്പോഴേ തന്നെ മോൾ ഒരുപാട് നേരം ആലോചിച്ചു. യു
are not able to give me a cute answer, അല്ലേ? സ്ട്രെങ്ത് എന്ന് പറയുമ്പോൾ ഓൺ ടോപ്പ് ഓഫ് യുവർ ബ്രെയിൻ ഉണ്ടാകണം. എന്താണ് എൻ്റെ കഴിവുകളിൽ ഏറ്റവും പ്രധാനം? അമ്മ പറഞ്ഞു അമ്മ ഫുട്ബോൾ പ്ലെയർ. ഫുട്ബോളിന് ഒരുപാട് കരിയറുമായിട്ട് സാമ്യമുണ്ട്. പറയാം, ഒരു ജോലി ഒരു കരിയറുമായിട്ട് ഫുട്ബോളിന് ഒരുപാട് സാമ്യതയുണ്ട്. എനിക്കൊരു ഫുട്ബോൾ ശാസ്ത്രീയമായി കളിക്കാനോ അതിനെക്കുറിച്ച് പറയാനുള്ള ആധികാരികമായ അറിവുള്ള ഒരാളല്ല ഞാൻ. ആസ്വാദകം മാത്രമാണ്. എനിക്ക് നിയമങ്ങളൊന്നും അറിയില്ല. അതിനകത്ത് വിളിക്കുന്ന പേരുകൾ പോലും എനിക്കറിയില്ല. പക്ഷെ ആ ഗെയിമിന് ഒരാളുടെ ഉള്ളിലിരിക്കുന്ന ലീഡർഷിപ്പ് സ്കിൽസ് വളർത്താനുള്ള കഴിവുള്ള ഒരു ഗെയിമാണ്. ഫോക്കസ് വളർത്താനുള്ള ഒരു കഴിവുള്ള ഒരു ഗെയിമാണ്. ടീം സ്പിരിറ്റ്, ടീം വർക്ക്, ഇത് വളർത്താൻ കഴിവുള്ള ഒരു ഗെയിമാണ്. ഇതൊക്കെ സ്ട്രെങ്തുകളായി ആ കളി കളിക്കുന്ന ഒരാൾ നേടിയിരിക്കേണ്ട കഴിവുകളാണ്. നാളെ ഒരു സ്ഥലത്ത് ചെന്നാൽ ലീഡ് ചെയ്യുന്നവരാണ് എന്നും കരിയറിൽ ഉയർച്ച. ചില പ്രോബ്ലംസ് അല്ലേ, എന്ത് പ്രശ്നമാണ് ഈ ലോകത്ത് ഇല്ലാത്തത്? ഇല്ലാത്ത പ്രശ്നങ്ങളൊന്നുമില്ല മനുഷ്യർക്കിടയിൽ. പ്രശ്നങ്ങൾ പ്രശ്നങ്ങളെന്ന് പറയാൻ എളുപ്പമല്ലേ? സൊല്യൂഷൻസ് കണ്ടെത്താൻ പറ്റുമോ? നിത്യജീവിതത്തിൽ കുഞ്ഞു കുഞ്ഞു പ്രശ്നങ്ങൾക്ക് സൊല്യൂഷൻ കണ്ടെത്താൻ കഴിയായിക എന്ന് പറയുന്നത് നിങ്ങളെല്ലാം ഫേസ് ചെയ്യുന്നുണ്ടോ? നിലനിന്ന് പോയി അവിടെ ചലഞ്ച് ചെയ്തുകൊണ്ട് അവനവന്റെ ഓതന്റിസിറ്റി തെളിയിക്കാൻ ഇപ്പോഴാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഈ കരിയർ റെഡിനെസിന്റെ ഭാഗമായി എനിക്ക് വേറെ ഒരുപാട് കാര്യങ്ങൾ നിങ്ങളോട് പറയാം. അതൊന്നുമല്ല നിങ്ങൾക്ക് ആവശ്യം. നിങ്ങൾ യൂട്യൂബ് വഴി റീൽസ് വഴി മക്കളെ സംസാരം വരുന്നോളൂ. അതല്ല, we don't like the unexpected, അല്ലേ? We like to know expected. ഈ ചോദ്യങ്ങൾ ടിപ്പിക്കൽ ക്വസ്റ്റ്യൻസിനല്ല അവിടെ മാർക്ക് വരുന്നത്. ഇറ്റ്സ് അബൌട്ട് ഹൗ യു ആൻസർ ദോസ് ക്വസ്റ്റ്യൻസ്. വാട്ട് ഈസ് ദ സ്പിരിറ്റ് ബിഹൈൻഡ് ദോസ്? എന്ത് കോൺഫിഡൻസ് കാണിക്കുന്നു? എത്ര കൂടുതൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നത്? ഇതിനൊക്കെയാണ് മക്കളെ മാർക്ക്. മനസ്സിലായില്ലേ? അപ്പോ ഈ പറയുന്ന കരിയർ ഗ്രോത്തിൽ പലപ്പോഴും സംഭവിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞു, മോള് പറഞ്ഞതുപോലെ പാഷനേറ്റ് ആവുക. ഈ പല കോളേജുകളിലും പലപ്പോഴും പറയുന്നത് ആറ്റിറ്റ്യൂഡിനെ കുറിച്ച് സെഷൻ എടുക്കാൻ പറയുന്നുണ്ട്. കാര്യം എന്താണ്? ക്യാമ്പസ് സെലക്ഷൻ കഴിഞ്ഞു, അതിന് ജോലി കിട്ടി, ഒരു കൊല്ലത്തിൽ കൂടുതൽ ആ കമ്പനി നിൽക്കത്തില്ല. ബിക്കോസ് നോട്ട് ദ റൈറ്റ് ആറ്റിറ്റ്യൂഡ്. കമ്പനിക്ക് സച്ച് പീപ്പിൾ. നിങ്ങൾക്ക് അറിയാം, നിങ്ങൾ പത്രം ആഗ്രഹങ്ങൾക്ക് വേണ്ടി അവനവനെ വിശ്വസിച്ച് ജീവിക്കുന്നവരുടെ ആഗ്രഹങ്ങൾക്ക് വേണ്ടി അതിനുവേണ്ടി നിലനിൽക്കണമെന്ന് പറയുമ്പോൾ ഈവൻ ഇഫ് യു ഡോണ്ട് ലൈക്ക് യുവർ പ്രൊഫഷൻ ഇറ്റ് ബിക്കംസ് യുവർ പാഷൻ. അവനവന് പോറ്റാൻ അവനവന് നിറയ്ക്കാൻ കുറച്ച് വയറുകൾ കൂടെ ഉണ്ടെങ്കിൽ പാഷൻ എന്ന് പറയുന്നത് ഒരു സംഗതിയെ ആവില്ല. Then you will start loving what you are doing because there is no other choice then. നാം എന്തിനെ ഇഷ്ടപ്പെടുന്നില്ലയോ അത് തന്നെ ചെയ്യണം. ഞാൻ നേരത്തെ പറഞ്ഞു എനിക്ക് മാത്സിനോട് വലിയ ബന്ധമില്ലാത്ത ഒരാളാണെന്ന്. ജീവിതത്തിൽ ഒരു വലിയ കാലഘട്ടം ഫിഗേഴ്സിനോടൊപ്പം ചെലവഴിച്ച ഒരാളാണ് ഞാൻ. ഓൺലി നമ്പേഴ്സ്. എനിക്ക് നമ്പേഴ്സ് ഇഷ്ടമല്ല. ഐ ഡോണ്ട് ഹാവ് പ്ലാൻസ്. ഐ ഡോണ്ട് കാൽക്കുലേറ്റ് ഇൻ മൈ ലൈഫ് ബിക്കോസ് ഐ ടേക്ക് ലൈഫ് ആസ് ഇറ്റ് കംസ്. പക്ഷെ ഞാൻ ചെയ്തതോ കണക്കുകൂട്ടും കണക്കുകൂട്ടലും വർഷങ്ങൾ ചെയ്തു. ബികോം കൊമേഴ്സ് ചെയ്യുന്നവരുണ്ട്. റീകൺസിലിയേഷൻ എന്ന് പറയുന്ന വാക്ക് കേട്ടാൽ മനസ്സിലാവുന്നവരുണ്ടല്ലോ ഇവിടെ. അങ്ങനെ കണ്ടുമുട്ടിയിട്ടില്ലേ? എന്നെ ഇഷ്ടപ്പെടുന്ന, എന്റെ ക്യാരക്ടർ ഇഷ്ടപ്പെടുന്നവരാണ് ഞാൻ കണ്ടുമുട്ടിയില്ല. മേ ബി കണ്ടുമുട്ടുമ്പോൾ ചിലപ്പോൾ കല്യാണം കഴിഞ്ഞ ഒരു. പക്ഷെ ഇപ്പം എനിക്ക് അങ്ങനെ ചിന്തയില്ല. ശരിക്കും പറഞ്ഞാൽ എനിക്ക് കരിയർ ഡെവലപ്പാണ്, അതൊക്കെ തന്നെയാണ് ഇപ്പോൾ അത് സംസാരിക്കലും മൂവ് ചെയ്തുമല്ല. ഇവിടെ മോള് പറഞ്ഞു നോക്ക് ഇവിടെ നിലനിൽക്കാൻ, ഇവിടെ ഈ രാജ്യത്ത് നിലനിൽക്കാൻ ഇഷ്ടമല്ലാത്തത് എന്താണ്? നമ്മുടെ UAE പോലൊരു രാജ്യത്ത് വിഷമം ഉണ്ടാകും. അതുകൊണ്ട് ഞാൻ നേരത്തെ നടന്നു കയറി വരുമ്പോൾ എനിക്ക് നഷ്ടമായ കലാലയ ജീവിതത്തിനെ കുറിച്ച് ആലോചിച്ചാണ് സത്യത്തിൽ ഞാൻ നടന്നു വന്നത്. കാര്യം ആ താഴേന്ന് കയറി വരുമ്പോൾ തന്നെ മൊത്തത്തിൽ ചെറുപ്പക്കാരായ കുഞ്ഞുങ്ങൾ കഫേയിലും അവിടെ ഇവിടെ നിൽക്കുക, ആ പൂന്തോട്ടത്തിൽ നിന്ന് സംസാരിക്കുക, സുഹൃത്തുക്കൾ ഒരുമിച്ച് നിൽക്കുക, അവരോട് ഒത്ത് സല്ലപിക്കുക, ഇതൊക്കെ കണ്ടുകൊണ്ടാണ് ഞാൻ വെള്ളിക്ക് കയറി വരുന്നത്. അപ്പോൾ റിയലി ഞാൻ ആലോചിച്ചത് ഈ 47-48 വയസ്സായപ്പോൾ ഒരിക്കൽ കലാലയ ജീവിതം അനുഭവിക്കേണ്ടി ഉണ്ടായിരുന്നില്ലേ എന്ന് പറയുന്നൊരു തോന്നൽ പല തവണ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ പെട്ടെന്ന് മനസ്സിലേക്ക് കയറി പോയതുകൊണ്ടാണ് ഫൈനൽ ഇയേഴ്സിനെയാണ് മീറ്റ് ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ടാണ് ഞാൻ ആ ചോദ്യം ചോദിച്ചത്. വിദ്യാഭ്യാസ കാലഘട്ടം, കോളേജ് ജീവിതം അവസാനിക്കുന്നു എന്ന് പറയുന്ന ദുഃഖമുണ്ടോ എന്ന് ചോദിച്ചാൽ മോള് വന്ന് പഠിത്തം തീരുന്നു എന്ന് പറയുന്നതിൽ നല്ല സന്തോഷമുണ്ട്. പക്ഷെ കൂട്ടുകാരെ പിരിയുന്നു എന്ന് പറയുന്നതാണ് ദുഃഖം, അല്ലേ? പഠിത്തം എന്ന് പറയുന്നത് ഒരിക്കലും തീരുകയില്ല പോലെ മോളെ. ഇവിടുന്ന് തീരും,
പിന്നെ തുടങ്ങത്തേ ഉള്ളൂ. എനിക്ക് കൊണ്ടൊരു മകൻ, അവൾ പറയുന്നത് പരീക്ഷ ഇല്ലാതെ ജീവിച്ചാൽ മതിയായിരുന്നു എന്നാണ്. കുറെ കാലത്തേക്ക് പരീക്ഷകൾ, പിന്നെ കുറെ കാലത്തേക്ക് പരീക്ഷണങ്ങളാണ് പിന്നെ ജീവിതത്തിൽ ഉണ്ടാകുന്നത്. പരീക്ഷകൾ കുറച്ചും പരീക്ഷണങ്ങൾ കൂടുതൽ, രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്. അപ്പൊ ഞാൻ നേരത്തെ ചോദിച്ചു, മനസ്സിലാക്കുക എന്ന് പറയുന്ന വാക്കിനർത്ഥം ആർക്കെങ്കിലും പറയാമോ? നമ്മൾ ആവശ്യത്തിനും അനാവശ്യത്തിനും ഒക്കെ ആർക്കെങ്കിലും പറയാമോ യഥാർത്ഥത്തിൽ അതിന്റെ അർത്ഥം എന്താണെന്ന്? ആർക്ക് പറയാൻ പറ്റില്ലല്ലോ. പറ്റുമെന്നുള്ള ആരെങ്കിലും ഉണ്ടോ അവിടെ? മോൻ പറയാമോ? മോനോടാ ഇങ്ങനെ ചെയ്യിപ്പിക്കുന്നത്. യു നീഡ് ടു ലേൺ ഹൗ ടു അപ്രീഷിയേറ്റ് ഈച്ച് അതർ. എങ്ങനെ പരസ്പരം അപ്രീഷിയേറ്റ് ചെയ്യാം എന്ന് പറയുന്നത് നിങ്ങൾ പഠിക്കേണ്ടിയിരിക്കുന്നു. കാര്യം if you don't appreciate each other, you don't grow, others don't grow. നമുക്ക് മാത്രമായി ഒരു ഉയർച്ച ഉണ്ടാവുകയില്ല. when you work in a team, you grow along with the team എന്ന് പറയുന്ന ആദർശം മനസ്സിലാക്കുക. അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് അംഗീകരിക്കാനും അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശംസിക്കാനും ആകുമ്പോഴാണ് പോസിറ്റിവിറ്റി കൈമാറുന്നത്. മോളിട്ടുള്ള ഉടുപ്പ് എനിക്ക് നല്ല ഇഷ്ടമായി, മോളെ യു റിയലി ലുക്ക് ബ്യൂട്ടിഫുൾ എന്ന് ഞാൻ പറയുമ്പോൾ ആ ഡിംപിൾസ് കാണിച്ചുള്ള ചിരിയില്ലേ, കണ്ടോ? She is very happy. This is how you appreciate. വെറും വാക്കല്ല, I really appreciate it. ആ അപ്രീസിയേഷൻ നിങ്ങൾക്ക് ആ ഒരു ശീലം ഉണ്ടാക്കി എടുക്കാനാണ് കൈയടിക്കാൻ പറഞ്ഞത്. മലയാളി എന്നും ഈ കാര്യത്തിൽ വിശുദ്ധന്മാരാണ്. നല്ലത് കണ്ടാൽ നല്ലത് എന്ന് നാം പറയുകയില്ല. ചീത്ത കണ്ടാൽ ചീത്തയാണെന്ന് ആദ്യം പറയാൻ നമ്മളുണ്ടാവും. നല്ലത് കണ്ടാൽ നല്ലതാണെന്ന് കൊന്നാൽ പറയില്ല. ഇത് നമ്മുടെ ഒരു സ്വതസിദ്ധമായ ശൈലിയാണ് എന്ന് ജീവിതം കൊണ്ട് പഠിച്ച ഒരാളെന്നുണ്ടെങ്കിൽ ഞാനിത് പറയുന്നത്. ചോദ്യങ്ങളായിരുന്നു കുഞ്ഞുങ്ങളെ ഇവിടെ വിളിച്ചു നിർത്തി സംസാരിക്കുമ്പോഴും ചിരിപ്പിക്കുമ്പോഴും നിങ്ങളുടെ കണ്ണുകളിൽ സ്ഫുരിപ്പിക്കുന്ന ആ എനർജി, ആ പലരും ഉറങ്ങുന്ന ഇരിപ്പുണ്ട്. പക്ഷെ ചിലർ, വളരെ ചിലർ എന്നെ തന്നെ ശ്രദ്ധിച്ച്, ഞാൻ വന്നപ്പോൾ മുതൽ എന്നെ തന്നെ ശ്രദ്ധിച്ച് എന്റെ മുഖത്ത് തന്നെ നോക്കിയിരിക്കുന്ന ഇത് നിങ്ങൾക്ക് പറഞ്ഞോളൂ. കാര്യം ഞാനിത് നിത്യം അനുഭവിക്കുന്നവളാണ്. പ്രിൻസിപ്പൽസ് ആയിക്കൊള്ളട്ടെ, പ്ലേസ്മെന്റ്സ് ആയിക്കൊള്ളട്ടെ, ആരും ആയിക്കൊള്ളട്ടെ, they are only bothered about അതായത് അക്കാഡമിക് റിലേറ്റഡ് എന്നുള്ള അത് മാത്രം മതി കുട്ടികൾക്ക്. ഹൗ ഡു യു എക്സ്പെക്ട് പീപ്പിൾ ടു ഗ്രോ ഇൻ ലൈഫ് വെൻ യു ഡോണ്ട് ഇൻസ്റ്റിൽ ദീസ് ക്വാളിറ്റീസ് ഇൻ ദം? ഈ സോഫ്റ്റ് സ്കിൽസ് അതിലേക്ക് ഇൻസ്റ്റിൽ ചെയ്തില്ലെങ്കിൽ എങ്ങനെയാണ് കുട്ടികൾ ഉയരുന്നത്? ഈ ചോദ്യമാണ് ഞാൻ എന്നെ കാണുന്ന എല്ലാവരോടും ഞാൻ ചോദിക്കുന്നത്. അവിടെയാണ് നിങ്ങളെ കോളേജ് പോലുള്ളിടത്തോ ആ മാഡത്തിനെ പോലെയുള്ളവർ ഒരു ബ്രേക്ക് ത്രൂ വരുന്നത്. നിങ്ങൾ വന്ന് ചെയ്തോളൂ എന്ന് പറയുന്നത്. കാര്യം എന്താ? നന്മയുള്ള മനുഷ്യർക്ക് മാത്രമേ നന്മയുള്ള കാര്യങ്ങൾ മനസ്സിലാവൂ എന്ന് എനിക്ക് ഉറപ്പിച്ചറിയാം. അതുകൊണ്ടാണ് മാഡം ഇങ്ങനൊരു അവസരം ഇവിടെ ഒരുക്കിയത്. അതിനാണ് ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത്. മാമിന്റെ ഇന്നത്തെ ഈ സെഷൻ ഇറ്റ് വാസ് വെരി യൂസ്ഫുൾ ഫസ്റ്റ് ഓഫ് ഓൾ. കാരണം മാം ഞങ്ങൾ വിചാരിച്ചത് ബേസിക്കലി ഒരു കരിയർ റിലേറ്റഡ് ആയിട്ട് എങ്ങനെ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യണം, അങ്ങനെ വളരെ ബേസിക് ആയിട്ടുള്ള ഒരു കാര്യം പറയാൻ വിചാരിച്ചത്. ബട്ട് ഇറ്റ് വാസ് മോർ ദാൻ ദാറ്റ് ആൻഡ് ഐ റിയലി അപ്രീഷിയേറ്റ് ദാറ്റ്. താങ്ക് യു മാം. അതിലെനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ മാം ഇത്രയും പറഞ്ഞപ്പോൾ ഞാൻ ആക്ച്വലി വിചാരിച്ചില്ല നമ്മളെല്ലാവരും ഇത്ര ഇന്ററാക്റ്റീവ് ആയിട്ട് ഇരിക്കുമെന്ന്. അത് മാമിന്റെ ആക്ച്വലി ഐ റിയലി അപ്രീഷിയേറ്റ് ബിക്കോസ് ഇറ്റ് ഈസ് യുവർ എബിലിറ്റി ടു ക്യാപ്ചർ അസ്. അതായത് ഞങ്ങൾ ആരും അങ്ങനെ പറയത്തില്ല. യൂഷ്വലി ഞങ്ങളെല്ലാവരും കിട്ടാതിരിക്കുന്ന ആൾക്കാരാണ്. അപ്പം മാം ഞങ്ങളെ നല്ല രീതിയിൽ ക്യാപ്ചർ ചെയ്തിട്ടുണ്ട്. ഐ ബിലീവ് യു മേഡ് ആൻ ഇമ്പാക്ട് ഓൺ us. സോ താങ്ക് യു മാം. ആദ്യം തന്നെ ഞാൻ മാമിന് ഒരു താങ്ക്സ് പറയട്ടെ. ഇറ്റ് വാസ് എ വണ്ടർഫുൾ സെഷൻ. സോ ഞാൻ പാടാൻ പോകുന്ന മാമിന് വേണ്ടി തന്നെ ഞാൻ ഡെഡിക്കേറ്റും ചെയ്യും. സോ മാം ഒരു പാട്ട് സജസ്റ്റ് ചെയ്യണമെന്നാണ് ഇതിൽ പറഞ്ഞത്. അന്ന് നാം തമ്മിൽ പിരിയും
അപ്ലൈ ചെയ്യുന്നതും ലിങ്ക്ഡിനിൽ പ്രൊഫൈൽ ഉണ്ടാക്കുന്നതും ദാറ്റ് ഇറ്റ്സെൽഫ് ഇസ് എ ബിഗ് ഡീൽ. ഓക്കെ, ലിങ്ക്ഡിനെ പറ്റി കേട്ടിട്ടുണ്ടോ? ലിങ്ക്ഡിൻ കേട്ടിട്ടുണ്ടോ? ഓക്കെ, ലിങ്ക്ഡിനിൽ പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യണം. ദാറ്റ് ഇസ് ദ ഫസ്റ്റ് തിങ്. ഇപ്പോൾ നമ്മുടെ ഡിസ്ട്രിക്ട് വെച്ച് നോക്കുമ്പോൾ ട്രിവാൻഡ്രം ഡിസ്ട്രിക്റ്റിൽ പെർസെൻറ്റേജ് കുറവാണ് ലിങ്ക്ഡിനിൽ പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യുന്നത്. സോ ലിങ്ക്ഡിനിൽ പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യണം, പ്രൊഫഷണലി അത് അപ്ഡേറ്റ് ചെയ്യണം, പ്രൊഫഷണൽ CV അതിനകത്ത് അപ്ഡേറ്റ് ചെയ്തിട്ട് പിന്നെ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് അതിലൊരു നെറ്റ്വർക്കിംഗ് ഉണ്ടാകണം, ബിസിനസ് നെറ്റ്വർക്കിംഗ്. ഇറ്റ്സ് നെറ്റ്വർക്കിംഗ് എന്ന് പറയുമ്പോൾ അത് ഇൻസ്റ്റയിലും FBയിലും മെസ്സേജ് ചെയ്ത് ഫ്രണ്ട്സ് ആവുന്നതല്ല, ഇറ്റ്സ് എ ബിസിനസ് നെറ്റ്വർക്കിംഗ്. അപ്പോൾ അത് ദാറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ്. ദാറ്റ് ഈസ് ദ ഫസ്റ്റ് തിങ് യു ഹാവ് ടു ഡു ബിഫോർ യു സ്റ്റാർട്ട് യുവർ ജോബ്. ഓക്കെ, താങ്ക് യു. ഒരു കരിയർ ഗൈഡൻസ് സെഷൻ നമ്മൾ ഇതുവരെ നമുക്ക് കിട്ടിയിട്ടുള്ള കരിയർ ഗൈഡൻസ് സെഷൻ വെച്ച് നോക്കുവാണെങ്കിൽ ബേസിക് സ്കിൽ ട്രെയിനിങ് ആണ്. അതായത് ഇന്റർവ്യൂവിൽ പോകുമ്പോൾ നമുക്ക് എന്തൊക്കെയാണ് ബേസിക് ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യേണ്ടത്, എങ്ങനെ ഹൗ ടു ഈവൻ ആൻസർ നമ്മളെ ട്രെയിൻ ചെയ്ത് വരിക. സോ എനിക്ക് തോന്നുന്നത് ബേസിക്കലി ഒരു ഇന്റർവ്യൂ പാസ്റ്റ് വിത്തിൻ 3-4 വീക്സിൽ അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇവിടെ ബെസ്റ്റ് വെച്ച് അലയൻസിന്റെ ഒരു ഇന്റർവ്യൂ. അപ്പോൾ അവിടെ ആണെങ്കിലും മാം ഈ പറഞ്ഞ പോലെ ലാസ്റ്റ് മിനിറ്റ് പ്രിപ്പറേഷൻസ് ആയിരുന്നു. ആൻഡ് ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ ജസ്റ്റ് ഐ ബിലീവ് നമ്മൾ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ജസ്റ്റ് ഡിസ്കസ് ചെയ്ത് എന്താ ചോദിച്ചത് അല്ലെങ്കിൽ എന്താ പറഞ്ഞത് ബൈ ഹാർട്ടഡ് ആൻസേഴ്സ് ആയിരുന്നു. ഇറ്റ് വാസ് നോട്ട് ഇറ്റ്സ് ഓൾ ഫ്രം നമ്മൾ ഹാർട്ട് ടു ഹാർട്ട് സ്പീക്ക് ചെയ്യുന്നതല്ല. അപ്പോൾ ഇപ്പൊ തന്നെ സാർ കരിയർ ഗൈഡൻസിന്റെ ഒരു പ്രോഗ്രാം എന്ന് പറഞ്ഞപ്പോൾ ഐ തോട്ട് ഓക്കെ ഫൈൻ ഇത് തന്നെ ആയിരിക്കും. ബട്ട് മാം തുടങ്ങിയപ്പോൾ ഐ വാസ് ആക്ച്വലി കൺഫ്യൂസ്. മാം പറയുന്നത് എനിക്ക് ആ ഒരു കരിയർ ഗൈഡൻസ് സെഷൻ ആയിട്ട് തോന്നിയില്ല. ബട്ട് അഗൈൻ പിന്നെ കണക്ട് ആവുമെന്ന് മനസ്സിലാക്കുക ഓരോരോ കഴിഞ്ഞപ്പോഴത്തേക്കും ഐ ബിലീവ് ഒരു കണക്ഷൻ ഉണ്ട് പറയുന്നത് ചുമ്മാ അല്ല എന്നുള്ളൊരു കാര്യം. സോ ഫസ്റ്റ് ഓഫ് ഓൾ താങ്ക് യു സോ മച്ച് മാം ഫോർ ആക്ച്വലി ആൻഡ് താങ്ക് യു സർ ഫോർ ഷെയറിംഗ് ദ ടിപ്പ്. ഇപ്പം ചെറിയ ടിപ്പാണെങ്കിലും ലിങ്ക്ഡിൻ ഇസ് ആക്ച്വലി നമുക്ക് എല്ലാവർക്കും അറിയേണ്ട ഒരു യൂസ്ഫുൾ ആപ്പ് തന്നെയാണ്. So thank you ma'am, thank you sir, and also thank you Ganesh sir and Nita ma'am for presenting us this wonderful opportunity here. And yeah, with that we have reached the end of our session. Thank you all of you present here. Good afternoon everyone, respected dignitaries, on and off the dais, our resource person for the day, Seema Rafi ma'am, career placement cell coordinators, Dr. Ganesh sir and Dr. Linda ma'am, teachers and my dear friends. On behalf of the career placement cell of Mahavidyas College, I welcome you all to this career readiness program. Before moving on, I invite Abra Esbinda for the prayer song. Next, I'd like to invite our resource person, Seema Rafi ma'am, who is an entrepreneur and co-founder of Veriscus Academy. She is a life coach, speaker, corporate trainer, mentor, soft skill trainer, author, operational risk consultant, and also a banker. Without much further ado, I invite Seema ma'am over to the stage, and I hope you all have a fruitful session ahead. Good afternoon. എല്ലാവരും ഓർമ്മ ഇരിക്കാൻ അറിയാം. ആദ്യം ഒരു എക്സസൈസ് ഫ്രണ്ടിലേക്ക് കസേരയോട് ഫ്രണ്ട് ഒഴിച്ചാൽ പറ്റും. മകനല്ലേ കണക്ട് ചെയ്യണോ? എനിക്ക് എന്റെ ഹൃദയത്തിൽ അറിയാമോ അത് കണക്ട് ചെയ്തിട്ടാണ് നിങ്ങൾ എല്ലാവരും പറഞ്ഞു. അപ്പൊ നോ പ്രൊജക്ടർ, നോ ക്ലാസ്. ഇതൊരു ക്ലാസ് അല്ല. നിങ്ങൾക്ക് കുറെ ക്വസ്റ്റ്യൻസ് ചോദിച്ച് കുറെ ആൻസേഴ്സ് പറഞ്ഞു തരലല്ല. ഇതൊന്നും അല്ല എൻ്റെ ഉദ്ദേശം. നിങ്ങൾ കുറച്ച് മക്കളെ ഉള്ളൂ. ആ കുറച്ച് മക്കളിൽ ഒരാളെടുത്താൽ മതി എന്ന് പറയുന്നതാണ് എൻ്റെ ഒരു കൺസെപ്റ്റ്. പക്ഷെ ഈ സെഷൻ കഴിയുമ്പോൾ ഞാൻ ഇതിനോട് കവർ ചെയ്ത് പോകുന്നത് എല്ലാവും
ഇവിടെ ഇരിക്കുന്ന എൻ്റെ എല്ലാ കുഞ്ഞുങ്ങളുടെ ഹൃദയത്തിൽ പതിഞ്ഞിട്ടുണ്ടാകും. അത് ഈശ്വരൻ പതിപ്പിക്കും. മോള് ചൊല്ലിയ പ്രാർത്ഥന അതല്ലേ? പ്രാർത്ഥന ചൊല്ലിയ മോള് ചൊല്ലിയ പ്രാർത്ഥനയുടെ അവസാനത്തെ വാക്കിന്റെ അർത്ഥം പറയാമോ? അറിയാമെങ്കിൽ മതി, ടെൻഷൻ അടിക്കണ്ട. അറിയാമോ? ഇത് തന്നെയാണ് നമ്മുടെ എല്ലാം സ്ഥിതി. പൊതുവെ എന്നെ ആരും മനസ്സിലാക്കുന്നില്ല. അമ്മ പറയാറുണ്ടോ? കണ്ടു മോള് പറയാറുണ്ടോ? പറയാത്ത ആരെങ്കിലും ഉണ്ടോ? സാർ പറയുമോ? സാർ മാരീഡാണോ? വൈഫിനോട് പറയാറുണ്ടോ? പറയാറുണ്ടോ? വൈഫ് തിരിച്ചും പറയാറുണ്ട്. ശരിക്കണ്ട, ഞാൻ നിങ്ങളൊക്കെ നിങ്ങളുടെ വൈഫ് പാർട്ട്നേഴ്സിനോട് പറയും വൃത്തിയിടവനെന്നെ മനസ്സിലാക്കിയിട്ടില്ല. ഞാൻ പറയാറുണ്ട്. ഞാനും പറയാറുള്ളത് ആരോടും അല്ല, എനിക്ക് എന്റെ ഹസ്ബൻഡ്. ഈ മനസ്സിൽ ആക്കുക എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം ആർക്കെങ്കിലും പറഞ്ഞുതരാം? ആർക്കെങ്കിലും പറഞ്ഞുതരാം? അപ്പൊ ഇത് വൺ സൈഡ് ആയിട്ടുള്ള സെഷൻ ആയിരിക്കും. ഇതൊരു 2-way പ്രോസസ്സാണ്. അങ്ങ് എറ്റത്തിരിക്കുന്ന പോലെ ഞാൻ ഫ്രണ്ട് വരാം. അത് നമുക്ക് ശരിക്കും ആവശ്യമുള്ള കുറെ കാര്യങ്ങൾ, നിങ്ങളുടെ ജീവിതത്തിൽ ആവശ്യമുള്ള കുറെ കാര്യങ്ങൾ. എന്തുകൊണ്ട് ആവശ്യമുള്ളതെന്ന് ഞാൻ പറഞ്ഞു. നിങ്ങൾ 5 years ആണോ? പഠിച്ചു കഴിയുന്നില്ലെന്ന് ആലോചിക്കുമ്പോൾ സന്തോഷമുണ്ട്. പക്ഷേ ഇവരെയൊക്കെ വിട്ടു പോകണമെന്ന് ആലോചിക്കുമ്പോൾ ഒരു വിഷമം. വളരെ പെട്ടെന്ന് റെസിപ്രോക്കേറ്റ് ചെയ്തു. അപ്പൊ നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ഞാനിവിടെ നിങ്ങളോട് പറയുന്ന ഓരോ കാര്യങ്ങളും ഒഴിഞ്ഞു കിടക്കണ്ട അതല്ലേ? അപ്പം മേഡം പറയുന്നത് കുറച്ചുകൂടെ അടുത്തവർക്ക് മനസ്സിലാക്കാൻ വേണ്ടി. അപ്പൊ പിന്നെ ഹോംവർക്ക് ആദ്യം ചെയ്തെന്ന് ചോദിക്കാൻ നമ്മളോടായിരിക്കും. പ്രോജക്റ്റ് ആദ്യം സബ്മിറ്റ് ചെയ്തെന്ന് ചോദിക്കുന്നത് നമ്മളോടായിരിക്കും. ചോദ്യം ഇത് മനസ്സിലായോ നമ്മളോടായിരിക്കും. അപ്പൊ തുടക്കം നമ്മളിൽ നിന്നായതുകൊണ്ട് തന്നെ ഒടുക്കം പോയിരിക്കണായിരിക്കും. ഞാൻ ബാക്ക് ബെഞ്ചറായിരുന്നു. ഒരാളോട് ഇന്ററാക്ട് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള എത്ര മക്കളുണ്ട്? കൈ നോക്കാമോ? സ്ട്രേഞ്ചർ ആയിട്ടുള്ള ഒരാളോട് ഇന്ററാക്ട് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള എത്ര മക്കൾ? കൈ നോക്കുക. കൈ ഉയർത്തി നോക്കണം. ഹൈ and you own it. നമ്മളൊന്ന് പറഞ്ഞു, why you have confidence in interacting with strangers? പേടിച്ചൊന്നും തോന്നിയിട്ടില്ല. ഞാൻ ഒരു ഇൻട്രോവേർട്ട് പേഴ്സൺ അല്ല, എന്നാൽ എക്സ്ട്രോവേർട്ടും അല്ല. ആംബിവേർട്ട് സൈഡിൽ നിൽക്കുന്നതാണ്. പിന്നെ ഇങ്ങനെ പേടിക്കണമെന്നൊരു കാര്യം തോന്നിയിട്ടില്ല. ഒരാൾ സംസാരിക്കും, അപ്പൊ നമുക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അയാൾക്ക് കാര്യം വേണ്ടി പറയും. എപ്പോഴാണ് എന്ന് മക്കൾക്ക് പറയാം. ഇത് നിങ്ങളുടെ ജീവിതത്തിൽ ആദ്യം കൂടുതലായി റിഫ്ലക്ട് ചെയ്യാൻ പോകുന്ന സമയം ഏത്? ഇന്റർവ്യൂ. നിങ്ങൾക്ക് ഇന്റർവ്യൂ സ്കിൽസിന്റെ ക്ലാസ്സിൽ ഒരുപാട് കിട്ടിയിട്ടുണ്ട്. ഞാനതൊന്ന് അതിലോട്ടൊന്നും എനിക്ക് കിടക്കാൻ താല്പര്യമില്ല. അല്ലേ? എന്തുകൊണ്ടാണ് നമുക്ക് ആ റെഡിനെസ് ഇല്ലാത്തത്? മോളൊക്കെ പറഞ്ഞു എനിക്ക് കോൺഫിഡൻസിന് ഇഷ്യൂ ഇല്ലാന്ന് പറഞ്ഞു. വെരി ഗുഡ്. അത് തന്നെയാണ് മോൾ ബോഡി ലാംഗ്വേജിൽ അതുകൊണ്ട്. മനസ്സിലായില്ലേ? ആ ബോഡി ലാംഗ്വേജിൽ അതുണ്ടെന്ന് എന്നെ പോലെ ഒരാൾക്ക് പറയാൻ പറ്റും. അതില്ലാത്ത ഒരുപാട് മക്കളെ എനിക്കിവിടെ കാണാൻ പറ്റും. വാട്ട് ഡിസൈഡ്സ് സക്സസ്? നമ്മുടെ കരിയറിലെ നമ്മുടെ സക്സസ് ഡിസൈഡ് ചെയ്യുന്നത് എന്താണ്? ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നതാണ് നമ്മുടെ സക്സസിന്റെ ആദ്യത്തെ പടി. വിജയിക്കാൻ ആവശ്യം എന്ത് എന്ന് ചോദിച്ചാൽ ആറ്റിറ്റ്യൂഡ് ഈസ് എവറിത്തിങ്. ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് എല്ലാവുമാണ്. നമ്മളൊക്കെ പറഞ്ഞു ആ പെർസ്പെക്റ്റീവിനെ മാറ്റാൻ ആറ്റിറ്റ്യൂഡിന് കഴിയും. ദാറ്റ് ഈസ് ആക്ച്വലി ഡിഫറൻഷിയേറ്റിംഗ് ഫ്രം എ സക്സസ്ഫുൾ പേഴ്സൺ ആൻഡ് എൻ അൺസക്സസ്ഫുൾ പേഴ്സൺ. നിങ്ങളൊക്കെ തന്നെ പഴയ സ്വപ്നങ്ങളുള്ള കുഞ്ഞുങ്ങളല്ലേ? കരിയറിൽ ഇന്നത് ചെയ്യണം, ഇന്ന സംഗതികൾ നേടണം, ആഗ്രഹങ്ങളില്ലേ? ഇല്ലേ? ഉച്ചയ്ക്ക് ഉണ്ട് കഴിഞ്ഞിട്ടേ ഉള്ളൂ. നിങ്ങളെക്കാട്ടി ഉറപ്പ് ഈ പ്രായത്തിൽ എനിക്കുണ്ടല്ലോ. അപ്പൊ എന്താണ്? ഫ്രണ്ട് പണിയെടുക്കാനുള്ള കഴിവ് മാത്രം ഉണ്ടായാൽ കരിയർ ഉണ്ടാവുന്നില്ല. യു ഷുഡ് ബി ഏബിൾ. അതിന് വേണം കമ്മ്യൂണിക്കേഷൻ എബിലിറ്റി. വേണ്ടേ? വേണോ വേണ്ടിയോ? അപ്പൊ ഫ്രണ്ടിലേക്ക് വന്നിരിക്കുമ്പോൾ പറ്റുന്നത് എന്താണ്? പൊതുവെ
വി ഡോണ്ട് ലൈക്ക് സിറ്റിംഗ് ഇൻ ദ ഫ്രണ്ട്. ഒരു ഇവന്റ് വന്നാലോ ഒരു പേഴ്സണൽ ഫംഗ്ഷൻ വന്നാലോ നമ്മൾ ഏറ്റവും ബാക്കിൽ പോയി പരിചയമുള്ള ആൾക്കാരുടെ കൂട്ടത്തിൽ ഇരിക്കാനല്ലേ നോക്കുക, അങ്ങനെയല്ലേ? ഒരു കല്യാണത്തിനോ മറ്റോ ഒക്കെ പോയി ആദ്യം നോക്കുന്ന പരിചയമുള്ള ആരെങ്കിലും ഉണ്ടോ എന്നല്ലേ. ഒറ്റയ്ക്കായി പോയാലോ ചിറകരിഞ്ഞ തത്തെ പോലെ തോന്നത്തില്ലേ? അങ്ങനെ തോന്നോ? പെൺകുട്ടികൾക്കാണ് അധികം തോന്നുന്നത്, ആൺകുട്ടികൾക്കും തോന്നുന്നത്. ഒറ്റയ്ക്ക് പോകാനായിട്ട് ഇഷ്ടമാണോ? ഇല്ല. ഒറ്റയ്ക്ക് പോകാൻ ഇഷ്ടമല്ല. ഒറ്റയ്ക്ക് പോയെങ്കിൽ വന്നത് അതുപോലൊരു മരണം വേറെ ഇല്ല. ഫ്രണ്ടിലേക്ക് വന്നിരിക്കുമ്പോൾ പറ്റുന്നത് എന്താണ്? പൊതുവെ തന്നെ നമുക്ക് വി ഡോണ്ട് ലൈക്ക് സിറ്റിംഗ് ഇൻ ദ ഫ്രണ്ട്. ഒരു ഇവന്റ് വന്നാലോ ഒരു പേഴ്സണൽ ഫംഗ്ഷൻ വന്നാലോ നമ്മൾ ഏറ്റവും ബാക്കിൽ പോയി പരിചയമുള്ള ആൾക്കാരുടെ കൂട്ടത്തിൽ ഇരിക്കാനല്ലേ നോക്കുക, അങ്ങനെയല്ലേ? ഒരു കല്യാണത്തിനോ മറ്റോ ഒക്കെ പോയി ആദ്യം നോക്കുന്ന പരിചയമുള്ള ആരെങ്കിലും ഉണ്ടോ എന്നല്ലേ. ഒറ്റയ്ക്കായി പോയാലോ ചിറകരിഞ്ഞ തത്തെ പോലെ തോന്നത്തില്ലേ? അങ്ങനെ തോന്നോ? പെൺകുട്ടികൾക്കാണ് അധികം തോന്നുന്നത്, ആൺകുട്ടികൾക്കും തോന്നുന്നത്. ഒറ്റയ്ക്ക് പോകാനായിട്ട് ഇഷ്ടമാണോ? ഇല്ല. ഒറ്റയ്ക്ക് പോകാൻ ഇഷ്ടമല്ല. ഒറ്റയ്ക്ക് പോയെങ്കിൽ വന്നത് അതുപോലൊരു മരണം